എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5:30 മണിയായപ്പോഴാട്ടോ ഞാൻ എണീറ്റത്. 5:30 മണി കഴിഞ്ഞു. അപ്പോൾ തലേന്ന് രാത്രി നല്ല മഴയുണ്ട്. ഇപ്പോൾ രാവിലെയും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5:45 മണിയായപ്പോൾ അങ്ങനെ ഞാൻ ഇമ്മർത്ത വാതിലൊക്കെ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ മുറ്റത്തുള്ള ഞാൻ പറഞ്ഞിട്ടില്ലേ, മുല്ലച്ചെടിയിൽ നിറയെ പൂക്കളുണ്ട്. അതെല്ലാം രാവിലെ തലേന്നത്തെ മഴയിൽ ഇങ്ങനെ പൊഴിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഈ 5:45 സമയത്ത് ഞാനിതൊക്കെ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുല്ലപ്പൂ. നേരം വെളുത്തപ്പോഴേക്കും വീണ്ടും മുല്ലപ്പൂക്കൾ വീണ് കിടക്കണുണ്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞു മുല്ലപ്പൂക്കൾ പെറുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ അമ്മ എപ്പോഴും പറയും, ഈ പെണ്ണിന് മുല്ലപ്പൂവൊന്നും വേണ്ടേ, സാധാരണ പെൺകുട്ടികൾ മുല്ലപ്പൂ ചൂടുമല്ലോ, ഈ പെണ്ണിനെന്താ മുല്ലപ്പൂ ഒന്നും ചൂടാത്തത് അറിയിട്ടോ. എനിക്കാണെങ്കിൽ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്, ഇതിൻ്റെ മണം ഇഷ്ടമാണ്. പക്ഷേ മുല്ലപ്പൂവ് മാല കെട്ടി ചൂടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ മുല്ലപ്പൂവ് മാല കെട്ടാനും മുല്ല എവിടെയുള്ള വെച്ചാൽ അവിടെ പോയിട്ട് മുല്ലപ്പൂ കട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് മുല്ലപ്പൂ മാല കെട്ടി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വലുതായപ്പോൾ മുല്ലപ്പൂവിനോട് ആ ക്രേസ് തീർന്നു പോയി. മുല്ലപ്പൂ മാല കെട്ടൂല, മുടിയിലും ചൂടൂല. മുല്ലപ്പൂ ഇഷ്ടമാണ്. കല്യാണത്തിനൊക്കെ എത്രയോ ആൾക്കാർ മുല്ലപ്പൂ ചൂടുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുന്നതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ മുല്ലപ്പൂ മാല കെട്ടാറില്ല. 1-2 പൂവ്, അല്ലെങ്കിൽ 1 പൂവ്, അല്ലെങ്കിൽ 2 പൂവൊന്ന് മുടിയിലൊന്ന് ചൂടും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് മാല കെട്ടണതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പത്തിൽ മുല്ലപ്പൂ മാല ചൂടിയതിന് ശേഷം പിന്നെ മുല്ലപ്പൂ മാല ചൂടിയത് എൻ്റെ കല്യാണത്തിനാണെന്നാണ് തോന്നുന്നത്. ശരിക്കും അതാണ് സത്യം. എത്രയോ പിള്ളേർ ചില കല്യാണത്തിനൊക്കെ മുല്ലപ്പൂ മാല അല്ലാന്ന് പറഞ്ഞ് കരയണ കണ്ടിട്ടുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ്. പക്ഷേ വീട്ടിൽ മുല്ലപ്പൂ ഉണ്ടായാൽ ഞാൻ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ മുല്ലപ്പൂ മാല അങ്ങനെ കെട്ടിക്കൊടുക്കും. പിന്നെ മുല്ലപ്പൂ മാല ഉണ്ടാക്കിയിട്ട് പൂജാമുറിയിൽ ദൈവത്തിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ തൂക്കിയിടും. അതൊക്കെയാണ് എനിക്കിഷ്ടം. ഒരു മുല്ലപ്പൂവോ 1-2 മുല്ലപ്പൂ ചൂടും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ വരെ മുല്ലപ്പൂ ചൂടാറുണ്ട് കേട്ടോ ഇപ്പോഴും. എനിക്കെന്തോ ഈ മുല്ലപ്പൂ ചൂടുന്നത് ഭയങ്കര മടിയാണ്. പക്ഷേ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു കേട്ടോ. ഇവിടെ അമ്മ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും തോന്നി, ഇത്രയും മുല്ലപ്പൂ ഉണ്ടായിട്ട് ഞാനെന്താ മുല്ലപ്പൂ ഒന്നും ചൂടാത്തത്. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ എല്ലാം പെറുക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് മുല്ലപ്പൂക്കളുണ്ട് കേട്ടോ. മുറ്റത്തേക്ക് ആരിറങ്ങിയാലും മുറ്റത്ത് വീണ് കിടക്കുന്ന പൂക്കളെല്ലാം പെറുക്കിയിട്ട് മറത്ത് ഇങ്ങനെ ചാരുപടിയിൽ കൊടുന്ന് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ പെറുക്കിയെടുത്ത മുല്ലപ്പൂക്കൾ കൊണ്ട് ഞാൻ മാല കെട്ടുകയാണ് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ മാല കെട്ടാൻ വേണ്ടി ഉപയോഗിക്കില്ല. ഒന്നുകിൽ വാഴേൻ്റെ നാര്, അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെ ഓലല്ലേ, അതിൻ്റെ പച്ച ഓലേൻ്റെ ഒരു അരികി ചീന്തിയിട്ട് അതിൻ്റെ നാരാട്ടം എടുക്കാറ്. പക്ഷെ അതൊന്നും എടുത്തിട്ടില്ല. ഇന്ന് നൂലാണ് കേട്ടോ ഞാനെടുത്തത്. അപ്പോൾ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു പണി എടുത്തിട്ടില്ല. ചായ കുടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ മെല്ലെ പൂക്കളൊക്കെ പെറുക്കിയിട്ട് ഇമ്മറത്ത് വന്നിട്ട് മാല കെട്ടുകയാണ്. അപ്പോൾ അമ്മേനെ ഒന്ന് അത്ഭുതപ്പെടുത്തും വേണം. മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് വേണം അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ലച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ. ലച്ചുമോൾക്ക് മാത്രമല്ല, ശ്രീമോളാണെങ്കിലും കിങ്ങിണിയാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലച്ചുമോൾക്ക് വലിയ മാല കെട്ടി കൊടുത്താലും അതിങ്ങനെ മുടി ആകെ ചുറ്റി കെട്ടി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളിപ്പോൾ തന്നെ ഒരു കാന്താരിയാണ്. അങ്ങനെ മുല്ലപ്പൂമാലയൊക്കെ റെഡിയായി. എൻ്റെ മുടിയുടെ നീളത്തിനനുസരിച്ച് തന്നെ നല്ലൊരു മുല്ലപ്പൂമാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കുത്തുന്ന കണ്ടോ, ഇങ്ങനെയൊക്കെ കേട്ടോ അത് കുത്തിയത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കുത്തിയതാട്ടോ. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കും വേണം. ഞാനിങ്ങനെ ഒന്നും മുല്ലപ്പൂമാല ചൂടൂല, എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ വേറെ രസം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പൂവൊക്കെ ചൂടിയിട്ടൊരു ഫോട്ടോ പ്രസാദേട്ടന് അയച്ചു കൊടുത്തു കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ചിരി. പുള്ളിക്കാരൻ പറഞ്ഞത് മണിച്ചിത്രത്താഴിൽ പപ്പു ചെമ്പരത്തിപ്പൂ വെച്ച പോലെ ഉണ്ട്. നല്ല ചങ്ങാതിയല്ലേ എൻ്റെ ചങ്ങാതി. അങ്ങനെ ഞാൻ മുല്ലപ്പൂമാല ചൂടിയതൊക്കെ അമ്മക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ നേരെ അടുക്കളയിലെത്തിയാൽ പിന്നെ മുല്ലപ്പൂമാല ഇങ്ങനെ ചൂടാനേ പറ്റുള്ളൂ. മുടിയൊന്നും അയച്ചിട്ട് നമ്മൾ അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ കെട്ടിയിട്ട് മുല്ലപ്പൂമാല ഇങ്ങനെ ചൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുല്ലപ്പൂ ചൂടിയിട്ടില്ല എന്ന് പറയണ്ട, അമ്മേൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ പൂവൊക്കെ ചൂടി ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ. അപ്പോൾ ഇനി ഉച്ചഭക്ഷണം റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതിനാണ് ഇങ്ങനെയൊക്കെ ചുറ്റി കെട്ടിയൊക്കെ റെഡിയാവുന്നത്. അപ്പോൾ പ്രസാദേട്ടൻ തലേന്ന് കുറച്ച് കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുളിക്കുന്നതിൻ്റെ മുന്നേ എല്ലാം നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇനി അത് കറി വയ്ക്കുകയാണ്. അപ്പോൾ കൊഞ്ച് മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. കൊഞ്ച് മാങ്ങ കറി എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിൻ്റെ ഇപ്പോൾ റെസിപ്പി ഒന്നും ഇപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ കൊഞ്ച് കറി വയ്ക്കുക. കൊഞ്ച് നന്നാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിടുകയാണ്. പിന്നെ എരിവുള്ള 2-3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ പാകത്തിന് ഉപ്പ്, പാകത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ അത്യാവശ്യം എരിവ് വേണം കേട്ടോ ഈ കറിക്ക്. കാരണം നാളികേരം അരച്ചല്ലേ കറി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ച് കൂടുതലായിട്ടിടും കേട്ടോ. അത് എത്ര ടീസ്പൂൺ ഇന്ന ടീസ്പൂൺ എന്നൊന്നുമില്ല, നമ്മളൊരു കൈയളവ് വെച്ചിട്ടാണ് എല്ലാ പൊടികളും ഉപ്പൊക്കെ ഇടുക കേട്ടോ. പൊടികളെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കും. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കും. വെന്തതിന് ശേഷം നാളികേരം നല്ല മഷി പോലെ അരച്ചെടുത്തത് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. പിന്നെ കടുകും ഉലുവയും കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തെടുക്കും കേട്ടോ. കൊഞ്ചൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചു. അതിനിടയിൽ 10 മണിക്കുള്ള ചായ കേട്ടോ അത്. നല്ല ചക്കപ്പുഴുക്കും ചമ്മന്തിയും കട്ടൻ ചായയും. ചക്ക എത്ര പ്രാവശ്യം പുഴുക്ക് വെച്ചാലും എന്ന് വെച്ചാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാവരും നന്നായിട്ട് കഴിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ മഴയത്ത് ഇങ്ങനെ നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ല ചൂടുള്ള ചക്കപ്പുഴുക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. മുല്ലപ്പൂമാലയൊക്കെ ചൂടിയിട്ട് ചക്കപ്പുഴുക്കും ചമ്മന്തി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ട് അടുത്ത്. അമ്മ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനതിങ്ങനെ കേൾക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മഴയത്ത് ചക്കക്കൂട്ടാനും കട്ടൻ ചായ നല്ല രസമല്ലേ. മഴ, കട്ടൻ ചായ, ചക്ക പുഴുക്ക്, അതായത് ചക്കക്കൂട്ടാൻ, പിന്നെ ജോൺസൺ മാഷിൻ്റെ സംഗീതം, കട്ടൻ ചായ പരിപ്പുവട എന്ന് പറയുന്ന പോലെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഉപ്പേരിക്ക് ചീര പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മരച്ചീര അല്ലേ, മായൻ ചീര എന്ന് പറയൂലേ, ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ചീരല്ലേ, ആ ചീരയാണ് കേട്ടോ. ഇത് അമ്മ നട്ടതാണ്. വീടിൻ്റെ പിന്നാമ്പുറത്തായിട്ട് അമ്മ നട്ടതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ചെറിയ കമ്പ് നട്ടാലും വേഗം ഉണ്ടാവും. ഇപ്പോൾ ഈ ചീരയാണ് ഇപ്പോൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ ചീര. കാരണം ഏറ്റവും പോഷക ഗുണമുള്ള ചീരയാണെന്നപ്പോൾ പറയുന്നത്. സാധാരണ നമ്മുടെ നാടൻ ചീരനെക്കാട്ടിലും നന്നായിട്ട് പോഷക ഗുണങ്ങളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അതെല്ലാം കൂടെ ഉള്ളതാണെന്നാണ് ഇപ്പോൾ ഈ ചീരേനെ കുറിച്ച് എല്ലാവരും പറയുന്നത് കേട്ടോ. ശരിക്കും മായൻ ചീര അത് ഇന്തോനേഷ്യയിലുണ്ടായ ചീരയാണിത്. ഈ ചീര ഞാൻ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഈ കർമൂസേൻ്റെ ഇലേൻ്റെ എന്താ കപ്പത്തണ്ടിൻ്റെ ഇലേൻ്റെ ഒക്കെ പോലെ തന്നെയാണല്ലോ ഈ ചീരേൻ്റെ അത് കണ്ടാൽ. പക്ഷെ ഇങ്ങനെ ഇല കാണുമ്പോൾ ചിലവർക്കൊന്നും അത് ഇഷ്ടമല്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നല്ല വൈറ്റമിൻസ് ഒരുപാട് ധാരാളം അടങ്ങിയിരിക്കുന്ന ചീരയാണെന്ന് പറയുന്നേക്കാം. ഏതായാലും ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ തവരയിലൊക്കെ ഉപ്പേരി വയ്ക്കൂലേ, അതേപോലെ തന്നെയാണ് ഇത് വയ്ക്കുക. ഞാൻ ചീരേൻ്റെ ഇല പറിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചീരത്തണ്ടുമെന്ന് ഒരാൾ പുറത്തേക്ക് ചാടിയത് കണ്ടോ. സാധാരണ പച്ച പുൽച്ചാടി എന്നല്ലേ പറയുക, ഇത് വെള്ള പുൽച്ചാടിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെയുള്ളൊരു പുൽച്ചാടീനെ. ആകെ 2 തണ്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിന്മേൽ തന്നെ നമുക്ക് ഒരു ഉപ്പേരിക്കുള്ള ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കപ്പച്ചെടീൻ്റെ തണ്ടില്ലേ അതുപോലെ തന്നെ അതിൻ്റെ തുമ്പത്തായിട്ട് വെള്ള കറ പോലുള്ളൊരു സാധനമുണ്ട് കേട്ടോ. അപ്പോൾ ചീരയെല്ലാം പറിച്ചെടുത്തു. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 നേരം തോരൻ വെക്കാനുള്ള ചീരേൻ്റെ ഇലയുണ്ട് കേട്ടോ. അത് ഇവിടെ എല്ലാവർക്കും ഉപ്പേരി നിർബന്ധമാണ്. ഒരിത്തിരിയേ കഴിക്കുള്ളെങ്കിലും എല്ലാവർക്കും ഉപ്പേരി നിർബന്ധമാണ് കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. ആകെ ഒരു കുട്ടിയുള്ളൂ, ആ കുട്ടീനെ കളയണ്ട. ഇതാരാ? ഇന്നുണ്ടല്ലോ നോക്കിയിട്ടാ. അപ്പോൾ ഈ ചീര വീട്ടിലുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഉണ്ട് കേട്ടോ അത്. പക്ഷെ
ഓർക്കൊന്നും വലിയ ഇഷ്ടമല്ല. എന്നിട്ട് നാളെ ആരോ പറഞ്ഞു കേട്ടാണ്ട് അമ്മ ഉപ്പേരി വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. എന്നിട്ട് പിന്നെ ചീര ഉപ്പേരി വെക്കന്നെ അത് പറയാം, നിങ്ങളിത് വെച്ച് നോക്കിയെന്ന് ചോദിച്ചു എന്നോട് അഞ്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കലുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്തത് വെക്കൽ തുടങ്ങിയത്. ഇത് കാണുമ്പോൾ ഒരു രസമല്ല. എന്താ കർമൂസേൻ്റെ അല്ല, നമ്മളൊരു കർമ്മത്തിൻ്റെ ഇല പോലെ ഉണ്ട്. പക്ഷേ നല്ല സാധനം, ഷുഗറിനല്ല നല്ലതാണ്. മരച്ചീര മാമി ഉണ്ടാക്കി കൊടുക്കും. മാമി വീട്ടിലത് വലിയ മരം പോലെയായിരുന്നു. അമ്മ മറ്റന്നാൾ വെട്ടി കളഞ്ഞു. നമ്മള് വെട്ടി നമുക്ക് ഉപ്പേരിക്കെല്ലാം ഇവിടെ ഉണ്ട്. അന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതിന് കുറച്ച് വേവുണ്ടെന്നുള്ളൂ. നമ്മളെ തകരേൻ്റെ എല്ലാം ഉപ്പേരി വെക്കണ പോലെ അല്ലേ. അങ്ങനെ ദാ ചീര കരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഉപ്പേരിയും തോരനൊക്കെ വെക്കൂലേ, ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക, അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിലെ വെള്ളം ഒന്ന് വാർന്ന് വരുമ്പോഴേക്കും നാളികേരം പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തോരൻ വെക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല കേട്ടോ. എന്ത് സാധനമായാലും ഉണ്ടാക്കാൻ പഠിച്ചാൽ പിന്നെ എന്തായാലേ പണി, ഒരു പ്രശ്നമില്ല, എത്ര വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ചോറും കറിയൊക്കെ റെഡി ആയിട്ടോ. ചോറ്, പിന്നെ മാങ്ങയിട്ട് വെച്ച കൊഞ്ച് കറി, പിന്നെ ചീരേൻ്റെ ഉപ്പേരിയും ഒരിത്തിരി ചമ്മന്തി. അതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചഭക്ഷണം. അങ്ങനെ ഞാനും അമ്മയതാ ചോറൊക്കെ ഒന്ന് റെഡിയായി നിൽക്കുക കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. റോഡിലൊക്കെ ആകെ വെള്ളം, റോഡിലത്തെ ഓവുചാലിലൊക്കെ വെള്ളം നിറഞ്ഞു. നല്ല മഴ എന്ന് പറഞ്ഞാൽ മഴ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. തുള്ളിക്കൊരു കുടം പേമാരി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കേട്ടോ മഴ ഇങ്ങനെ പെയ്യുന്നത്. വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നത് കാണാൻ നല്ല രസമല്ലേ. മഴയത്ത് കണ്ടോ പൂവനും സംഘവും നിൽക്കുന്ന സ്ഥലം കണ്ടോ. ബാക്കിൽ നല്ല വിശാലമായ ഷെഡുണ്ട്, അവിടെ ഒന്നും പോയി നിൽക്കില്ല. ഈ മഴയത്ത് ആ വീടിനോട് ചാരി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കണം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 2:30 മണിക്കാണ് ഞങ്ങൾ ചോറുണ്ടാകുന്നത്. ആ സമയത്തേ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ശക്തിയിൽ മഴ പെയ്യുന്നത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് മുല്ലച്ചെടിയിലത്തെ പൂക്കളെല്ലാം പൊഴിഞ്ഞു വീണു കേട്ടോ. പോരാത്തതിന് ഇതാ മഴവെള്ളത്തിൽ കുറേ എണ്ണം ഒലിച്ചത് അങ്ങനെ പോകുന്നുണ്ട്. നിറയെ പൂക്കളുണ്ട്, പക്ഷെ ഒന്നും പെറുക്കാൻ വയ്യല്ലോ. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എങ്ങനെ പെറുക്കിയെടുക്കുക. മഴയത്ത് ഇങ്ങനെ പൂക്കൾ വീഴുന്നത് കാണാനും വെള്ളത്തിലൂടെ അങ്ങനെ ഒഴുകി പോകുന്നത് കാണാനും നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. അല്ലാതെ വേറൊരു വഴിയില്ലല്ലോ, മുറ്റത്തേക്ക് ഇറങ്ങാൻ വയ്യല്ലോ. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ മഴയൊക്കെ തോർന്നു. ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെയിൽ വന്നപ്പോൾ വന്ന ആൾക്കാരെ കണ്ടോ. വൈകുന്നേരം ആയാൽ ഞാൻ കോഴികൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നവർക്കൊക്കെ അറിയാം. ആ സമയത്ത് തിന്നാൻ വരുന്ന ആൾക്കാരാട്ടോ. വണ്ണാത്തിപ്പുള്ളും പിന്നെ നമ്മളെ കാടക്കിളികളില്ലേ, അവരും വരും കേട്ടോ. ഈ വണ്ണാത്തിപ്പുള്ളിനെ കാണാൻ നല്ല രസമല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടിയാണല്ലോ ഇവർ. ഒരു പാവം പക്ഷികളാട്ടോ ഇവർ. ഇപ്പോൾ അതാ 2 3 എണ്ണമൊക്കെ വന്നിട്ടുണ്ട്. കോഴികൾക്ക് തിന്നാട്ട് കൊടുത്തപ്പോൾ അവരും കൂടെ വന്നതാണ് കേട്ടോ തിന്നാൻ. നല്ല ഭംഗിയല്ലേ ഈ കിളികളെ കാണാൻ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഒരു സൗമ്യമായ ഒരു പക്ഷിയില്ലേ. അപ്പോൾ ഇതാ കോഴികൾക്കൊക്കെ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് തിന്നുന്നവരെ കണ്ടോ. എന്ത് രസമാണ് തിന്നണ കാണാൻ. എന്നാണ്ട് ഗോതമ്പ് ഒരു വിഴുങ്ങല്.
ഗോതമ്പ് തിന്നാൻ ഇതായിട്ടില്ല അല്ലേ? അതതിൻ്റെ അമ്മേൻ്റെ അതേപോലെ തന്നെ. അല്ല ബാക്കി 2 കൂടെ അല്ലേ കോഴിയാൾ? അതാ കണ്ടെത്തില്ലതോ. ഒരു കരിയൊന്നും വേണ്ടവർക്ക് ഗോതമ്പ് പറ്റും. ഓ അത് തിന്നണ നല്ല രസമുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും ഇടിയും മഴയും കാറ്റൊക്കെ തുടങ്ങിട്ടോ. മഴ മാത്രമല്ല ഇടി ഉണ്ടായിരുന്നു. അമ്മ ദാ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.